ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളത്തെ ഞാനൊരു ലോങ് വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ കസിൻ്റെ വെഡിങ് വ്ലോഗാണ് കേട്ടോ. കസിൻസിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. സോ ആ ഒരു ഫാമിലി സെലിബ്രേഷൻസ് ഒക്കെയാണ് ഈ വ്ലോഗിൽ നിങ്ങൾ കാണാം. വെയിറ്റ് നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കണതിന് മുമ്പ് ചെറുതായിട്ടൊരു ഇൻട്രോ വീഡിയോ കണ്ടാലോ. സോ ഈ വ്ലോഗിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടും. മതി എല്ലാരും ഹായ് പറഞ്ഞു. പെരിയാർ ക്ലബ്ബാണ് കേട്ടോ ആലുവയില്. ഇവിടെ കണ്ടില്ലേ, നല്ല സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് സോ നമ്മുടെ ആദ്യത്തെ പരിപാടി ഷോപ്പിംഗ് തന്നെയാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും പ്ലാൻ ചെയ്തേണ കളേഴ്സ് പേസ്റ്റൽ കളേഴ്സിലുള്ള ശരാര കേട്ടോ. അപ്പോൾ ഏത് കളറാണ് എങ്ങനത്തെ ടൈപ്പാന്നൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കുകയാണ്. സോ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തത് പെരുമ്പാവൂരിന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. ഞാൻ എൻ്റെ ഓഫീസിലെ പെൻഡിങ് വർക്ക്സൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങിന് കയറിയപ്പോഴേക്കും ഒരു ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി പരിപാടിയെന്ന് കരുതി നേരെ ഞങ്ങൾ പോയത് മിക്കൂച്ചനും അല്ലുക്കും ഒക്കെ ഡ്രസ്സ് നോക്കാനാണ്. അവരുടെ ഡ്രസ്സൊക്കെ ഏകദേശം ഒരു തീരുമാനമായപ്പോൾ ഞങ്ങൾ നേരെ ആർ ബ്രൈഡൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ടാണ് എൻ്റെയും ബാക്കി ഗേൾസ് കസിൻസിൻ്റെ ഡ്രസ്സൊക്കെ നോക്കിയത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് കളക്ഷൻസും അതുപോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ ഗ്രീൻ ശരാര കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതാട്ടോ എടുത്തത്. ഞാനറിയാതെ എന്ത് സീക്രട്ടോ കേൾക്കട്ടെ, മന്നാടെ സീക്രട്ട് പറയും. അപ്പോഴും ഞങ്ങൾ ഷോപ്പിംഗ് പ്രോഗ്രസ്സിലാണ്. സോ എനിക്ക് മേടിച്ചു, അനൂക്ക് മേടിച്ചു, അവനാ കിട്ടിയിട്ടില്ല. അല്ലൂടെ മേടിക്കാണ്ട്. മിക്കുക്ക് മേടിച്ചില്ല, മിക്കുക്ക് മേടിച്ചില്ല ഡ്രസ്സ്. ഇഷ്ടമായ മിക്കൂന്? മിക്കൂടെ കളർ ബ്ലാക്ക് ആണ്. കിച്ചുട്ടിക്ക് എടുക്കള്ളേ. പിച്ചുട്ടിക്ക് എടുക്കട്ടെ. സോ ഷോപ്പിങ്ങിന് ഇറങ്ങി ആ ഒരു ദിവസം അങ്ങനെ തന്നെ തീരുന്ന മിക്കൂച്ചനൊക്കെ ഇവിടെ ടയേർഡായി തുടങ്ങി. ഡ്രസ്സൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാച്ച് ആയിട്ടുള്ള ജ്വല്ലറീസ് തപ്പിയെടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ നേരെ പോയത് MG റോഡിലുള്ള കല്ലറക്കൽ കളക്ഷൻസിലാണ്. സോ ഞാൻ എടുത്ത കമ്മൽ ഇതൊന്നും അല്ല കേട്ടോ, മാറി മാറി അവസാനം ഞാൻ ഫിക്സ് ചെയ്തതാ ഇതിലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വെഡിങ്ങിൻ്റെ ഓരോ പ്രിപ്പറേഷൻ അല്ല കേട്ടോ, ഞങ്ങൾ ചെറുതായിട്ടൊരു സർപ്രൈസ് പാർട്ടി ആവുകൊണ്ട് ഒച്ചക്ക് പറയാനും വയ്യ കേട്ടോ. സോ ഞങ്ങൾ നേരെ പോകുന്നത് കസിൻസ് എല്ലാവരും കൂടി പാതിരാക്കോടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിക്കാൻ സ്പോട്ട്. അപ്പാരൻ്റ്ലി ഞങ്ങൾ എല്ലാവരും ഏകദേശം സെയിം കളറായി. എന്നാൽ പിന്നെ എല്ലാവരും ഒരു ഔട്ട്ഫിറ്റ് ടൂർ തന്നെ ആയിക്കോട്ടെ. അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കട്ടെ. എല്ലാവരും ബ്ലാക്ക് ബ്രൗൺ ഇട്ടപ്പോൾ ബ്രൈഡ് മാത്രം വൈറ്റ് ആയിട്ട് ഞങ്ങൾ നൈസായിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു വെച്ചേക്കാണ്. ആൾക്ക് ഇതുവരെ അറിയില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓൾ ദ ബെസ്റ്റ്. എല്ലാത്തിലും അതേ ഫേസ് എപ്പോഴും അതന്നെ. കസിൻസ് ആയിട്ട് ഒരു നൈറ്റ് ഔട്ടൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവാറും ഞങ്ങൾ പ്ലാൻ ചെന്നെത്തുന്നത് എയർപോർട്ടിലായിരിക്കും കേട്ടോ. സോ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ കസിൻസ് പാക്ക്. പക്ഷെ ഇനി ആൾക്കാർ വരാനുണ്ട്, എല്ലാവർക്കും എത്താൻ പറ്റില്ല കേട്ടോ. നമ്മളങ്ങനെ സർപ്രൈസിന്റെ ഒരു മൊമെന്റിൽ എത്തിയിരിക്കുകയാണ്. She still don't know that we are about to surprise her. നിന്റെ ഫോണോട്
നീ ഇതായിട്ട് നോട്ടെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട്. ഫോട്ടോ എടുക്കുമ്പോ ഇത് പോടാ പഞ്ഞു ചോക്ക് പിന്നെ എനിക്കൊന്ന് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വിശപ്പൊക്കെ ഒന്ന് അടക്കിയ ശേഷം ഞങ്ങളൊരു റീൽ ചെയ്താലോ ഒന്ന് പ്ലാൻ ചെയ്തു. ഒരെണ്ണം ചെയ്തു, ഏകദേശം ഒന്ന് സെറ്റായി. സോ അതിൻ്റെ എൻഡ് റിസൾട്ട് നിങ്ങൾ കാണണമെങ്കിൽ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്ലെയിൻ പോകുന്നത് കണ്ട് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇനി നമുക്ക് ഫുഡ് അടിക്കാനുള്ള സ്ഥലം ഒന്ന് മാറ്റും. എല്ലാവരും ഒരു ഹായ് പറ. ഫുഡ് ഓർഡർ ആക്കി കഴിഞ്ഞാണല്ലോ ആ വെയിറ്റിംഗ് വല്ലാത്തൊരു വെയിറ്റിംഗ് അല്ല. അപ്പൊ ഞാനും സെയിം കൂടി ബോറടിക്കാതിരിക്കാൻ ക്യാമറ ഓണാക്കി. നമ്മളപ്പോൾ എവിടെയാണുള്ളത് പറയൂ. പാതിരാക്കോയിലാണ്. എന്താണ് കഴിക്കാൻ ഫുഡ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന തപ്പാണ്. തപ്പുടെ ചെലവാണ്. സോ ഞങ്ങൾ റെഡി ആയിട്ട് എന്തും കഴിക്കാൻ വേണ്ടി വിശപ്പുണ്ട്. പക്ഷെ ഫുഡ് എത്തുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ അതെ അത്രയ്ക്കുള്ള വിശപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ ഫുഡ് എത്തും കുറച്ച് കഴിക്കുമ്പോൾ ഞങ്ങളുടെ വയറ് അറിയും. അതാണ് അതൊക്കെ എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരല്ല കേട്ടോ ഉള്ളത്. ബാക്കി നടക്കുന്ന വ്ളോഗിൽ ഞങ്ങളെ പോലെ സംസാരിക്കാനുള്ള ഒരു ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ഞങ്ങളെല്ലാവരും കാണിച്ചാൽ ഫ്ലാഷ് ഓൺ ആയിട്ട് അറിയാതെ എങ്ങാനും ഫ്ലാഷ് ഓൺ ആയ ഒരു വീഡിയോ ഒക്കെ വന്ന് എൻ്റെ അതോ ഞാൻ പിന്നെ പരിപാടിക്ക് പോയില്ല ഗൈസ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. ഹണി മന്തിയും അൽഫാം മന്തിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഹണി മന്തി എനിക്ക് വലിയ സുഖം തോന്നിയില്ല. അൽഫാം മന്തി തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. ദിവസങ്ങൾ കടന്ന് പോയി അവസാനം മെഹന്തി നൈറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാനങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് മാമയുടെ വീട്ടിലേക്ക് പോകുന്ന പോക്കാട്ടോ. അത് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് ബാക്കി കസിൻസിൻ്റെ പോലെ മെഹന്തി കിട്ടിയിരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. ബിസി ഗേൾ എന്ന് വേണമെങ്കിൽ ജാടക്ക് പറയാം. പക്ഷെ സങ്കടമുണ്ട്. എനിവേസ് ഒരു കയ്യിലെങ്കിലും ഞാൻ മെഹന്തി സെറ്റാക്കി ഗൈസ്. സോ വെൽക്കം ടു ഡേ 4 മെഹന്തി നൈറ്റ്. അപ്പോൾ എല്ലാവരും ഇടുന്നത് അത് വീഡിയോ എടുക്കാനുള്ള ടൈം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഗൈസ്. ആ ഒരു സങ്കടം മാത്രം ബാക്കി നിൽക്കും ഗൈസ്. അപ്പോൾ നമ്മൾ കല്യാണ തലേന്ന് പരിപാടിയൊക്കെയാണ്. വലിയ പരിപാടിയൊന്നുമില്ല, ചെറുതായിട്ട് സിമ്പിളായിട്ടുള്ളൂ. ഇവിടെ ഒരാൾ ഡ്രസ്സ് കിട്ടാണ്ട് അലന്ന് തിരിഞ്ഞ് നടക്കുകയാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും ചെറുതായിട്ടൊന്ന് ഒരുങ്ങി. ഉന്തിടല്ലേ രണ്ടും കൂടി ഞാൻ ഫസ്റ്റ് ആവും. ആ ഫസ്റ്റ് സാലറിക്ക് എന്റെ ഫസ്റ്റ് സാലറിക്ക് എന്റെ അതൊരു കഥ. അടുത്ത കഥ തപ്പൂര് വേണ്ടിട്ട് ഒരു സൈഡിലെ കഥ അതാണ്. അടുത്ത കഥ തപ്പൂര് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. കല്യാണം വീഡിയോ ആണ്. അതെന്തോ മാമ ഒന്നുകൂടി റിപ്പീറ്റ്. ഒരു സ്റ്റെപ്പ് കൂടി. എവിടെ ഹലോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. സ്നാപ്ചാറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ ഫിൽറ്ററൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതെ,
ഐഡന്റിക്കൽ ട്വിൻസും ഐഡന്റിക്കൽ അല്ലാത്ത ട്വിൻസും ബോയ് ഗേൾ ട്വിൻസും അങ്ങനെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ കസിൻസ് ഓരെല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ മാമ വന്ന് സെൻട്രൽ സ്റ്റേജ് എടുത്തു. അങ്ങനെ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് ചെറിയ പരിപാടിയിൽ നിന്ന് തുടങ്ങിയ പരിപാടി വലിയ പരിപാടിയായി മാറി. ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടെ വന്നാലോ എന്ന് പേടിച്ചിട്ട് വട്ടവടെ പോയി ചായ കുടിക്കാന്നും പറഞ്ഞ് പ്ലാൻ മാറ്റിയവരെയാണ് നിങ്ങളാ കണ്ടത് ഗൈസ്. പിന്നെ പിടിക്കാം. എനിവേസ് വി ആർ ഓൺ അവർ ഡേ 5 വെഡിങ് ഡേ. സോ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നോക്കിയപ്പോൾ ഫുൾ മഴ ദിവസമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭാഗ്യമെന്ന് വെച്ചാൽ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രൈഡ് റെഡി ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഇതായിരുന്നു ബ്രൈഡിൻ്റെ ഫസ്റ്റ് ലുക്ക്. കൊള്ളാല്ലേ? ആ കളറായാലും സാരി ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന. ചിരിക്കാന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച ചിരിയാണ് കൈസ് നിങ്ങളാക്കേണ്ടത്. അപ്പൂച്ച് റെഡിയായി സുന്ദരിയായി വന്ന് നിൽക്കണാണ്ട് ഇവിടെ ഒരാളെ കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. നമ്മൾ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെയാണ് പാട്ടൊക്കെ പാടി അങ്ങ് ചില്ലായി നടക്കണം. എനിവേസ് ബ്രൈഡിന്റെ ഫോട്ടോഷൂട്ടൊക്കെ സൈഡിൽ അങ്ങ് തുടങ്ങിയിട്ടോ. നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഇതാ ബ്രൈഡ് റെഡി ആയിട്ട് ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. ഫോട്ടോഗ്രാഫി മൊമെന്റിലാണ്. ഹായ് ഹലോ ഹായ് പറ. ഫോട്ടോ എടുക്കുന്നു. അയ്യോ ആൻഡ് ദാറ്റ്സ് മൈ മോം. ഫോട്ടോ ആണെന്ന് കരുതി പോസ്റ്റ് ആയിട്ടോ ആള്. അപ്പം ഞാനൊരു ഹായ് തരാൻ പറഞ്ഞ് നിങ്ങൾക്കൊരു ഹായ് ഒക്കെ തന്നിട്ട്. ഞങ്ങളും ഈ റീലൊന്ന് ട്രൈ ചെയ്തു ഗൈസ്, ബട്ട് ദിസ് ടൈം ദ സി വേർഷൻ. സോ ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ പോയി കണ്ടാൽ മതി കേട്ടോ. ഇത് ബ്രൈഡിൻ്റെ പൂ തട്ടിപ്പറിച്ചൊന്നുമല്ല കേട്ടോ, എൻ്റെ പിടിക്കാന്നുള്ളത്. അപ്പം ഞാനും ഒരു വീഡിയോ എടുത്തു. ഇനി നമ്മൾ നേരെ കല്യാണ ഹാളിലേക്ക്. ഗൈസ് നമ്മളങ്ങനെ ഡെസ്റ്റിനേഷന് തിരികെയാണ്. പെരിയാർ ക്ലബ്ബാണ് കേട്ടോ ആലുവയില്. ഇവിടെ കണ്ടില്ലേ നല്ല സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് പെരിയാർ ക്ലബിന്റെ പേര് പോലെ തന്നെ ബാക്കിൽ പെരിയാറൊക്കെയാണ്. നല്ലൊരു പ്ലസന്റ്ലി സർപ്രൈസിങ് പ്ലേസ് അല്ലേ. സത്യം പറഞ്ഞാൽ ആലുവയിൽ ഇങ്ങനത്തെ ഒരു സ്പോട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ അന്നാട്ടോ ആദ്യമായിട്ട് അറിയുന്നത്. നമുക്ക് പ്രൈവസി ആയിട്ടും ഒരു നമ്മുടേതായ ഒരു കംഫർട്ട് സ്പേസിൽ പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ. കപ്പൂക്ക് ഈ മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? പറയും. അല്ലേ പറയൂ അല്ലേ എല്ലാരും അത്രക്കൊന്നുമില്ല. അങ്ങനെ സമയം കടന്നു പോയി, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി.
ഐ ഷുഡ് സേ എനിക്ക് സാധാരണ കല്യാണ ഹാളും കുറേ ആൾക്കാർ ബഹളത്തിനെക്കാട്ടൊക്കെ ഫാർ മോർ ബെറ്റർ ആയിട്ട് തോന്നി. കുറച്ച് ആൾക്കാരും നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഒരു സെക്ലൂർഡ് സ്പേസിൽ ഒരു പ്ലസൻറ്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ഒരു കല്യാണം. സോ ഐ വാസ് ആക്ച്വലി എൻജോയിങ് ഇറ്റ്. ആ സമയത്താണ് നമ്മുടെ ചെറുക്കൻ വന്നു കയറിയത്. അങ്ങനെ നിക്കാഹും പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അത് കഴിഞ്ഞ് നേരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റ് എങ്ങോട്ടോ സ്കൂട്ടായപ്പോടെ സെല്ലാനെ പിടിച്ച് അസിസ്റ്റൻ്റ് ആക്കി നിർത്തിയേക്കാട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെൽ ടൈം ഫോർ സം ബിസിനസ് പ്രൊമോഷൻ. സോ ആ ത്രെഡ് വർക്ക് നിങ്ങൾ കണ്ടോ, അത് നമ്മുടെ കസിൻ്റെ കളമശ്ശേരിയിലുള്ള കിളിയം ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ സ്പെഷ്യൽ മെൻഷൻ ഫോർ ദ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഗേൾസ് ടൈമാണ്. അങ്ങനെ കുറച്ച് ഡേയ്സ് നീണ്ടു നിന്ന് നമ്മുടെ കല്യാണ വ്ലോഗിന്റെ എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. യെറ്റ് അനദർ എപ്പിസോഡ് അല്ലെങ്കിൽ വ്ലോഗ് വിത്ത് മൈ കസിൻസ് കൂടിയായിരുന്നു ഇത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ ഇതൊരു ഡിജിറ്റൽ ആൽബം ആയിട്ട് ഇവിടെ കിടക്കുമെന്ന പ്രതീക്ഷയിൽ ബൈ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഇടുമെന്ന് പറഞ്ഞ ആ റീലില്ലേ, അത് കണ്ടു കേട്ടോ.